ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയും UDFിനെയും രാഹുൽ മാങ്കൂട്ടത്തെ പോലെ ഫലപ്രദമായി പ്രതിരോധിക്കുവാൻ കഴിവുള്ള മറ്റൊരു നേതാവ് കേരളത്തിലില്ല. രാഹുൽ മാങ്കൂട്ടം കേരളത്തിലെ രാഷ്ട്രീയ രംഗത്തേക്ക് ഉയർന്നു വന്നത് തന്നെ ചാനൽ ചർച്ചകളിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെയും കോൺഗ്രസിനും UDFിനും പ്രതിരോധം തീർത്തുകൊണ്ട് തന്നെയാണ്. രാഹുൽ ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുമ്പോൾ എതിർ പാനലിസ്റ്റുകളുടെ എല്ലാ പൊള്ളത്തരങ്ങളും ക്യാപ്സൂളുകളും പൊളിച്ചടക്കുവാനുള്ള അദ്ദേഹത്തിൻ്റെ വൈഭവം തന്നെയാണ് അദ്ദേഹത്തെ ജനങ്ങൾക്ക് സ്വീകാര്യനായ ഒരു നേതാവാക്കി മാറ്റിയത്. യഥാർത്ഥത്തിൽ ചാനൽ ചർച്ചകളിലെ ഈ മിന്നും പ്രകടനം തന്നെയാണ് പിന്നീട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുവാനും അതുപോലെ തന്നെ പാലക്കാടിൻ്റെ MLA സ്ഥാനത്തേക്ക് എത്തുവാനും രാഹുലിനെ സഹായിച്ച ഘടകം എന്ന് പറയുന്നത്. പാലക്കാട് MLA ആയിരുന്നപ്പോഴും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായിരുന്നപ്പോഴും പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ പ്രതിപക്ഷ നേതൃനിരയിലെ പ്രമുഖൻ എന്ന നിലയിൽ സംസ്ഥാനത്ത് നിരന്തരം സമരമുഖങ്ങൾ തീർത്ത് CPMനെയും ഭരണകൂടത്തെയും പ്രതിരോധത്തിലാക്കുവാനും രാഹുലിന് കഴിഞ്ഞു. എന്നാൽ ഈ ഘട്ടങ്ങളിൽ പോലും ചാനൽ ചർച്ചകളിലൂടെയും അതുപോലെ തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെയും CPMൻ്റെ നുണബോംബുകളെ പൊളിച്ചെടുക്കുന്ന ആ ഒരു ഉത്തരവാദിത്വത്തിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടം മാറി നിന്നിട്ടുമില്ല എന്നതും ശ്രദ്ധേയമായ കാര്യമാണ്. പിന്നീട് ലൈംഗിക അപവാദ ആരോപണങ്ങളുണ്ടായി പാർട്ടിയിൽ നിന്നും മുന്നണിയിൽ നിന്നും പുറത്തുപോയ സാഹചര്യത്തിലും തൻ്റെ ഈ ഉത്തരവാദിത്വം പാർട്ടിയോടുള്ള തൻ്റെ കടമയാണെന്ന് കണ്ടുകൊണ്ട് രാഹുൽ കൃത്യമായി വിനിയോഗിക്കുന്നതും നിർവഹിക്കുന്നതുമാണ് പിന്നീടും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണകാലത്തടക്കം രാഹുൽ മാങ്കൂട്ടം പിണറായി വിജയനെതിരെയും CPMനെതിരെയും ഇടതുമുന്നണിക്കെതിരെയും സർക്കാരിനെതിരെയും പങ്കുവച്ചിട്ടുള്ള അനവധി വീഡിയോകൾ ലക്ഷക്കണക്കിന് ആളുകളാണ് കണ്ടത്. തീർച്ചയായും അവരുടെ വോട്ടിങ്ങിനെ ഇതും സ്വാധീനിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. രാഹുൽ മാങ്കൂട്ടത്തിന് അതുകൊണ്ട് തന്നെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ UDFിൻ്റെയും കോൺഗ്രസിൻ്റെയും മഹാവിജയത്തിൽ ചെറുതല്ലാത്ത ഒരു പങ്കുണ്ട് എന്ന് വിശ്വസിക്കുന്ന നിരവധി ആളുകളും നമുക്കിടയിലുണ്ട്. UDF സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷവും സർക്കാരിനെ ഇല്ലാത്ത കഥകൾ മെനഞ്ഞ് ഇല്ലാത്ത അപസർപ്പക കഥകൾ മെനഞ്ഞ് പ്രതിരോധത്തിലാക്കുവാൻ CPMും ഇടതുമുന്നണിയും ശ്രമിച്ചപ്പോഴും പ്രതിരോധം തീർക്കുവാൻ രാഹുൽ മുമ്പിലുണ്ടായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. പല ചെറുപ്പക്കാരായിട്ടുള്ള നിയമസഭാ സാമാജികരേക്കാൾ കൂടുതൽ ഫലപ്രദമായി CPMനെ പ്രതിരോധിക്കുവാൻ, പ്രതിപക്ഷമെന്ന നിലയിലുള്ള CPMൻ്റെ അപജയത്തെ പ്രതിരോധിക്കുവാൻ രാഹുൽ മാങ്കൂട്ടത്തിന് സാധിക്കുന്നുണ്ട് എന്നതും വസ്തുതയാണ്. ഇന്നിപ്പോൾ ഏറ്റവും പുതുതായി താൻ പുറത്തുവിട്ടിട്ടുള്ള നിർണായകമായിട്ടുള്ള 3 ചിത്രങ്ങളിലൂടെ രാഹുൽ മാങ്കൂട്ടം പിണറായി വിജയൻ എന്ന പ്രതിപക്ഷ നേതാവിൻ്റെ ഉടുമുണ്ടുരിഞ്ഞു എന്ന് പറഞ്ഞാൽ അതിൽ അതിശയോക്തിയില്ല എന്ന് നമുക്ക് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. കാരണം അത്രമാത്രം വലിയ പിണറായി വിജയൻ ഉയർത്തിയ നുണബോംബിനെയാണ് രാഹുൽ മാങ്കൂട്ടം ഒറ്റ Facebook പോസ്റ്റിലൂടെ നിർവീര്യമാക്കിയത്. ഇന്നലെ കേരള നിയമസഭയിൽ ചില നാടകീയ സംഭവങ്ങൾ ഉണ്ടാകുകയുണ്ടായി. പ്രതിപക്ഷ നേതാവായിട്ടുള്ള പിണറായി വിജയൻ ഒരു പ്ലാസ്റ്റിക് കുപ്പിക്കകത്ത് മലിനജലം നിറച്ചുകൊണ്ടാണ് ഇന്നലെ നിയമസഭയിലെത്തിയത്. അതിനുശേഷം സ്പീക്കറുടെ പ്രത്യേക അനുവാദത്തോടുകൂടി ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുവാൻ അദ്ദേഹം നിയമസഭയിൽ അവസരം ചോദിച്ചു വാങ്ങുകയും ചെയ്തു. ഇന്നലെ തിരുവനന്തപുരത്ത് AISF PM ശ്രീയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. മുൻ മന്ത്രിയും ഇപ്പോൾ MLAയുമായിട്ടുള്ള K രാജനായിരുന്നു ഈ പ്രതിഷേധ പരിപാടിയുടെ ഉദ്ഘാടകൻ. ഈ പ്രതിഷേധക്കാരെ ശാന്തമാക്കുവാനും പിരിച്ചുവിടുവാനും വേണ്ടി കേരള പോലീസ് അവർക്ക് നേരെ ജലപീരങ്കി ഉപയോഗിക്കുകയും ചെയ്തു. ആ ജലപീരങ്കിയിൽ ഉപയോഗിച്ച് സമരക്കാർക്ക് നേരെ ചീറ്റിച്ച വെള്ളമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു ബോട്ടിൽ നിറയെ ചെളിവെള്ളവുമായി പിണറായി വിജയൻ നിയമസഭയിലെത്തിയത്. ഈ വിഷയത്തെക്കുറിച്ച് ആഭ്യന്തരമന്ത്രിക്ക് മറുപടി നൽകുവാനുള്ള അവസരവും സ്പീക്കറായിട്ടുള്ള തിരുവഞ്ചൂർ ഇന്നലെ നിയമസഭാ സമ്മേളനത്തിനിടയിൽ നൽകുകയുണ്ടായി. കൃത്യമായും പിണറായി വിജയൻ്റെ ഈ ആരോപണത്തെ മുഖവിലക്കെടുത്ത രമേശ് ചെന്നിത്തല ചില കാര്യങ്ങൾ സഭയിൽ വിശദീകരിച്ചിരുന്നു. അദ്ദേഹം പ്രധാനമായും പറഞ്ഞത് ഒരു വസ്തുതയാണ്. കേരള പോലീസ് ജലപീരങ്കികളിൽ ഉപയോഗിക്കുന്ന വെള്ളം വാട്ടർ അതോറിറ്റിയിൽ നിന്ന് നിറയ്ക്കുന്നതാണ്. വാട്ടർ അതോറിറ്റി നൽകുന്ന വെള്ളമാണ് ഇത്തരത്തിൽ ജലപീരങ്കികളിൽ നിറയ്ക്കുന്നതെന്നാണ് രമേശ് ചെന്നിത്തല വ്യക്തമാക്കിയത്. എന്നിരുന്നാൽ പോലും പിണറായി വിജയൻ്റെ ആരോപണം തീർച്ചയായും താൻ ആഭ്യന്തരമന്ത്രിയായിരിക്കുന്നിടത്തോളം കാലം പരിഗണിക്കുക തന്നെ ചെയ്യുമെന്നും ഈ വെള്ളം പിണറായി വിജയൻ അവിടെ കൊണ്ടുവന്ന വെള്ളം ലാബ് ടെസ്റ്റിന് അയച്ച് അത് കണ്ടാമിനേറ്റഡ് ആണോ എന്ന് പരിശോധിക്കുകയും ചെയ്യുമെന്നും രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. അതിനുശേഷം അത് കണ്ടാമിനേറ്റഡ് ആണ്, മലിനജലമാണ് എന്ന് തെളിഞ്ഞാൽ തീർച്ചയായും തുടർ നടപടികൾ കൈക്കൊള്ളുമെന്ന ഉറപ്പും രമേശ് ചെന്നിത്തല നൽകുകയുണ്ടായി. ഇത്തരത്തിൽ പ്രതിപക്ഷ നേതാവായിട്ടുള്ള മുതിർന്ന അംഗമായിട്ടുള്ള മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ്റെ ആരോപണത്തെ തുറന്ന സമീപനത്തോടുകൂടി സ്വീകരിക്കുന്ന ഒരു കേരള സർക്കാരിനെയും ആഭ്യന്തരമന്ത്രിയെയുമാണ് ഇന്നലെ നമുക്ക് നിയമസഭയിൽ കാണുവാൻ കഴിഞ്ഞിട്ടുള്ളത്. തീർച്ചയായും മലിനജലം ഉപയോഗിച്ച് പിണറായി വിജയൻ മുഖ്യമന്ത്രി എന്ന നിലയിൽ ആഭ്യന്തര വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന കാലത്ത് ഇവിടെ യൂത്ത് കോൺഗ്രസിൻ്റെയും KSUവിൻ്റെയും പ്രവർത്തകരെ കേരള പോലീസ് നേരിട്ടിട്ടുണ്ട് എന്ന വസ്തുത ഇരിക്കെ തന്നെയാണ് അത്തരം ഒരു രാഷ്ട്രീയ മറുപടി നൽകാതെ തീർച്ചയായും ഇത്തരം അനാരോഗ്യകരമായിട്ടുള്ള പ്രവണതകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ തിരുത്തൽ വരുത്തുമെന്ന ഏറ്റുപറച്ചിൽ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള രമേശ് ചെന്നിത്തല നടത്തിയത്. എന്നാൽ ഇതിനുശേഷം ഇന്നാണ് ട്വിസ്റ്റ് ഉണ്ടായത്. പിണറായി വിജയൻ ഉയർത്തിയത് തീർത്തും കപടമായിട്ടുള്ള, തീർത്തും വ്യാജമായിട്ടുള്ള ഒരു ആരോപണമാണെന്നാണ് രാഹുൽ മാങ്കൂട്ടം തെളിവ് സഹിതം ഇവിടെ സമർത്ഥിക്കുന്നത്.
രാഹുൽ മാങ്കൂട്ടം തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിനൊപ്പം 3 ചിത്രങ്ങൾ പങ്കുവച്ചു. അതിലൊന്നാമത്തെ ചിത്രം എന്ന് പറയുന്നത് ഇന്നലെ സമരമുഖത്ത് നിന്നുള്ള ചിത്രമായിരുന്നു. അതായത് പോലീസ് ജലപീരങ്കി ഉപയോഗിച്ചതിന് ശേഷം ആ ജലപീരങ്കിയിൽ ഉപയോഗിച്ച വെള്ളം റോഡിൽ തളം കെട്ടി നിൽക്കുമ്പോൾ ആ വെള്ളം ഒരു പ്ലാസ്റ്റിക് കുപ്പി ഉപയോഗിച്ച് ശേഖരിക്കുന്ന ഒരു AIYF പ്രവർത്തകൻ്റെ ചിത്രമായിരുന്നു അത്. രണ്ടാമത്തെ ചിത്രം എന്ന് പറയുന്നത് ഇതേ പ്ലാസ്റ്റിക് കുപ്പിയിൽ ആ AIYF പ്രവർത്തകൻ റോട്ടിൽ നിന്ന് ശേഖരിച്ച ചെളിവെള്ളവുമായി നടന്നു നീങ്ങുന്ന മുൻ മന്ത്രിയും ഇപ്പോഴത്തെ MLAയുമായിട്ടുള്ള K. രാജൻ്റെ ചിത്രമാണ്. മൂന്നാമത്തേതെന്ന് പറയുന്നത് ഇതേ കുപ്പി നിയമസഭയിൽ ഉയർത്തിക്കാട്ടുന്ന പിണറായി വിജയൻ്റെ ചിത്രമാണ്. അതായത് യഥാർത്ഥത്തിൽ കേരള പോലീസ് ഉപയോഗിച്ചത് മലിനജലമല്ല എന്ന് തെളിയിക്കുന്നതിനുള്ള ചിത്രങ്ങളാണ് രാഹുൽ മാങ്കൂട്ടം പുറത്തുവിട്ടത്. പോലീസ് ഉപയോഗിച്ച വെള്ളം റോട്ടിൽ വീണ് ചെളിവെള്ളമായതിനു ശേഷം അത് പ്ലാസ്റ്റിക് കുപ്പിയിൽ ശേഖരിച്ച് നിയമസഭയിലെത്തിച്ച് സഭയെ തെറ്റിദ്ധരിപ്പിക്കുവാനുള്ള ശ്രമമാണ് പിണറായി വിജയൻ എന്ന പ്രതിപക്ഷ നേതാവ് നടത്തിയതെന്ന് രാഹുൽ മാങ്കൂട്ടം കേവലം 3 ചിത്രങ്ങളിലൂടെയാണ് തെളിയിച്ചത്. രാഹുൽ ഇതിനോടൊപ്പം പങ്കുവച്ചിട്ടുള്ള ഫേസ്ബുക്ക് കുറിപ്പും ഏറെ ശ്രദ്ധേയമാണ്. രാഹുൽ വളരെ ഹ്രസ്വമായ ഒരു കുറിപ്പാണ് പങ്കുവച്ചിരിക്കുന്നത്. രാജനും വിജയനുമൊക്കെ എത്ര വലിയ കള്ളന്മാരാണ് എന്നതിന് ഇതിൽ വലിയ തെളിവ് വേണോ? റോഡിൽ വീണാൽ ചെളിവെള്ളം അല്ലാണ്ട് പിന്നെ സോഡാ സർബത്താകുമോ? എന്നിട്ട് ഒരു ചോദ്യചിഹ്നവും പങ്കുവെച്ചുകൊണ്ടാണ് രാഹുൽ ഈ 3 ചിത്രങ്ങളും പങ്കുവച്ചിട്ടുള്ളത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്നലെയും അതിവൈകാരികമായിട്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് രാഹുൽ പങ്കുവച്ചിരുന്നു. തനിക്ക് നേരെ ജലപീരങ്കി അടിക്കുന്ന കേരള പോലീസിൻ്റെ ഒരു ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ്, താൻ ഉൾപ്പെടുന്ന ഒരു ചിത്രം പങ്കുവച്ചുകൊണ്ടാണ് ഇന്നലത്തെ രാഹുലിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവെക്കപ്പെട്ടത്. പ്രതിപക്ഷ സമരക്കാരുടെ ദേഹത്തടിച്ച ജലപീരങ്കിയിലെ വെള്ളം മലിനജലമായിരുന്നു എന്ന് മിസ്റ്റർ വിജയൻ, നിങ്ങളുടെ ഭരണകാലത്ത് ഞങ്ങളുടെ ദേഹത്തടിച്ചത് പനിനീരോ മിനറൽ വാട്ടറോ അല്ലായിരുന്നു. അന്ന് ഡ്രസ്സിൻ്റെ നിറം മാറിയത് കളർ ഇറങ്ങിയത് കൊണ്ടല്ല, പോലീസിൻ്റെ ലാത്തിയും ഗ്രനേഡും ഏറ്റുവാങ്ങി ഞങ്ങളുടെ ചോര വീണത് കൊണ്ടായിരുന്നു. പ്രതിപക്ഷ യുവജന നേതാക്കളോടാണ് 10 കൊല്ലത്തിന് ശേഷം ആദ്യമായി തെരുവിൽ ഇറങ്ങിയത് കൊണ്ടാണ് ഈ ചൊറിച്ചിൽ. അതങ്ങ് ശീലമായിക്കൊള്ളും. സമരാഭിവാദ്യങ്ങൾ. അതിനുശേഷം ഒരു ഹൃദയചിഹ്നവും പങ്കുവെച്ചുകൊണ്ടാണ് രാഹുൽ ഇന്നലത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചിട്ടുള്ളത്. ഏതൊക്കെയാണെങ്കിലും ഇവിടെ പിണറായി വിജയൻ്റെ കാര്യം അത്യന്തം ഗതികേടിലാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. സമരമുഖത്തിറങ്ങുന്ന സഖാക്കൾ, കുട്ടി സഖാക്കളൊക്കെ ദേഹം ചൊറിയുന്നു എന്ന് പറഞ്ഞ് പരാതിയുമായി പ്രതിപക്ഷ നേതാവിൻ്റെ ഓഫീസിലേക്ക് എത്തുന്ന ഗതികേടുള്ളതിനാലായിരിക്കണം പിണറായി വിജയൻ ഇന്നലെ ഒരു കള്ളക്കഥയുമായി ഒരു പ്ലാസ്റ്റിക് ബോട്ടിലിനുള്ളിൽ റോട്ടിലെ കുഴിയിൽ നിന്ന് ശേഖരിച്ച മലിനജലവുമായി നിയമസഭയിലെത്തിയത്. ഏതൊക്കെയാണെങ്കിലും പിണറായി വിജയൻ നടത്തിയത് സഭയുടെ മാന്യതയ്ക്ക് നിരക്കുന്ന ഒരു നടപടിയല്ല എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇക്കാര്യത്തിൽ പിണറായി വിജയനും K. രാജനും ഒരുപോലെ കുറ്റക്കാരാണ്. അതായത് മലിനജലം ഓടയിൽ നിന്ന് കോരിക്കൊണ്ടുവന്ന് നിയമസഭയിലെത്തുകയും അതിനുശേഷം അത് പോലീസിൻ്റെ ജലപീരങ്കിയിലേതാണ് എന്ന ആരോപണം ഉന്നയിക്കുകയും ചെയ്യുന്നു. ഇത് കൃത്യമായും സഭയെ തെറ്റിദ്ധരിപ്പിക്കുന്ന നടപടിയാണ്. മാതൃകായോഗ്യമായിട്ടുള്ള ഒരു നടപടി പ്രതിപക്ഷ നേതാവിനെതിരെയും CPI നേതാവിനെതിരെയും കൈക്കൊള്ളുവാൻ സ്പീക്കറും ഇതിനാൽ തന്നെ ബാധ്യസ്ഥനാകുകയാണ്. കോൺഗ്രസിൻ്റെയും UDFൻ്റെയും മാന്യത കൊണ്ടും സ്പീക്കർ എന്ന പദവിയിലിരിക്കുന്നത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്ന മാന്യനായിട്ടുള്ള ഒരു നേതാവായതുകൊണ്ടും തീർച്ചയായും കർശനമായ നടപടികളൊന്നും വിജയന് നേരെ ഇക്കാര്യത്തിൽ ഉണ്ടാകുവാൻ ഇടയില്ല. എന്നിരുന്നാൽ പോലും വിജയൻ ഇതൊരു മുന്നറിയിപ്പാണ്. നിങ്ങളുടെ നുണബോംബുകളെ നിർവീര്യമാക്കുവാൻ കെൽപ്പുള്ള രാഹുൽ മാങ്കൂട്ടത്തെ പോലുള്ള നേതാക്കൾ UDFനും കോൺഗ്രസിനുമൊപ്പം ഉറച്ചു നിൽക്കുമ്പോൾ നിങ്ങൾക്ക് അധികമൊന്നും കാലം പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് ഇങ്ങനെ വിരാജിക്കുവാൻ കഴിയുകയില്ല. അല്ലെങ്കിൽ തന്നെ സ്വന്തം പാർട്ടിക്കാർ പോലും പിണറായി എങ്ങനെയെങ്കിലും പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് ഇറങ്ങിപ്പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഏതൊക്കെയാണെങ്കിലും പിണറായി വിജയൻ്റെ ഒരു നുണബോംബ് കൂടി രാഹുൽ മാങ്കൂട്ടം അതിസമർത്ഥമായി പൊളിച്ചടുക്കിയിരിക്കുന്നു. ഇനി ചെവിയോർക്കേണ്ടത് കോൺഗ്രസ് നേതാക്കളാണ്. ഇയാളെ മാതൃകായോഗ്യമായി പാർട്ടി ശിക്ഷിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനിയെങ്കിലും ഇയാളെ സജീവ രാഷ്ട്രീയത്തിലേക്ക് തിരികെ കൊണ്ടുവരുവാനും തെറ്റുതിരുത്തുവാൻ അവസരം നൽകുവാനുമുള്ള മാന്യത കോൺഗ്രസും രാഹുലിനോട് കാണിക്കേണ്ടിയിരിക്കുന്നു. പിണറായി വിജയനോടും സഹസഖാക്കളോടും കാണിക്കുന്ന മാന്യതയുടെ ഒരംശമെങ്കിലും കോൺഗ്രസ്സുകാർ രാഹുൽ മാങ്കൂട്ടത്തോട് കാണിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഈ രാഷ്ട്രീയ വിശകലനം പ്രേക്ഷകർക്കായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.